ചേച്ചിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ചതാ ഈ റിങ്. ഇറ്റ്സ് ഓസം. ഇതൊക്കെ എനിക്ക് ഒരുപാട് സ്പെഷ്യലാ. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഈ ഗിഫ്റ്റ്സ് എനിക്ക് എന്നും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. അല്ല ചേച്ചി, എനിക്കൊരു സംശയം. യൂഷ്വലി ചേച്ചി ചുരിദാറല്ലേ ധരിക്കാറ്? പിന്നെ എന്തിനാ ചേച്ചിക്ക് ഈ സാരി വാങ്ങി തന്നിരിക്കുന്നത്? അതൊക്കെ പോട്ടെ, വേറെ എന്തൊക്കെ ആഭരണങ്ങളുണ്ട്? നെക്ലസ്, വളകൾ, പാദസരം. എന്തിനാ വലിയച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് ഈ റിങ്ങിനെ വാങ്ങി തന്നത്? അത് ശരിയാണല്ലോ. എനിക്കിതൊന്നും കണ്ടിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അതും ശരിയാണല്ലോ. ഈശ്വര, ഈ അപ്പൂതാകെ കുളമാക്കുന്ന ലക്ഷണമാണല്ലോ. രതിക മാഡം, ഇതെന്താ മാഡം ഇതുവരെ ട്യൂഷന് പോകാൻ റെഡിയായില്ലേ? വേഗം വന്നേ, നമുക്ക് പോവാൻ സമയമായി. അതൊക്കെ നമുക്ക് പോവാം. ആദ്യം ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ. എന്ത്? അപ്പു എന്നോട് ചില സംശയങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഒന്ന് അറിയണമല്ലോ. അപ്പു കൊച്ചുകുട്ടിയല്ലേ, അപ്പുവിന് പല സംശയങ്ങളും തോന്നും. മാഡത്തിനിപ്പോ എക്സാം എന്നൊരു ചിന്ത മാത്രം മതി. ഹലോ രാജുവേട്ടാ, എന്നെ അങ്ങനെ തിരക്കുട്ടിയാക്കല്ലേ. ഞാൻ ചോദിച്ചാൽ എന്താ തെറ്റുള്ളത്? അല്ലെങ്കിൽ രാജുവേട്ടൻ തന്നെ പറ, ഇതെന്താ? വേണ്ട വേണ്ട, ഇനി ചൈൽഡിഷായ ചോദ്യങ്ങൾ ചോദിച്ചേ വെറുതെ എന്റെ സമയം കൂടി കളയണ്ട. ആ രതിക മാഡം, വേഗം വന്നേ. മാഡം അപ്പുനെ പോലെയാണോ? പക്വതയുള്ള ആളല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ രാജു ഇതിനൊരു മറുപടി തന്നേ പറ്റൂ. എനിക്ക് ചുരിദാറിന് പകരം സാരി വാങ്ങി തന്നതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ? ഏയ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പല ആഭരണങ്ങളും ജ്വല്ലറിയിൽ ഉണ്ടായിട്ടും എനിക്ക് റിങ് വാങ്ങി തന്നതിന്റെ പിന്നില് മറ്റെന്തോ ഉദ്ദേശം ഇല്ലേ? മാഡം ഇത് എന്തൊക്കെയായി പറയുന്ന? അതൊക്കെ പോട്ടെ, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി തന്നിടത്ത് അച്ഛന്റെ ഫ്രണ്ട്സ് എന്തിനാ വന്നത്? അങ്കിളും ആന്റിയും. എന്റെ പൊന്നും മാഡം, മാഡത്തിന്റെ സംശയങ്ങൾ കേട്ടെ ശരിക്കും എന്റെ ചെവി ചെകിടിക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മാഡത്തിനെ അപ്പു നന്നായിട്ട് കൺഫ്യൂസ് ചെയ്തിരിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങളെ കുറിച്ച് ആലോചിച്ചേ സമയം കളയാതെ ട്യൂഷന് വരുന്നുണ്ടെങ്കിൽ മാഡത്തിന് വരാം. ഞാൻ പോവാ, ബാക്കിയൊക്കെ മാഡത്തിന്റെ ഇഷ്ടം. രാജു നിക്ക്, ഞാനും വരാം. ആ, ബുക്ക് എടുക്ക്. ഇങ്ങനൊരു മാഡം. ഇതെന്താ അമ്മേ? അമ്മേത് എവിടേക്കാ? നമ്മൾ രണ്ടാളും ഈ വീട് വിട്ട് ഇറങ്ങാൻ പോകുന്നു. പക്ഷെ അമ്മേ, ഞാനല്ലേ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങേണ്ടത്. അമ്മ കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോവില്ലേ? ഈ അംബിക ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ പോയില്ല ദീപക്കെ. കാലിടറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കളികൾക്ക് ഒരു ഊന്ന് കൈയാവും ഈ യാത്ര. അല്ല, ഈ ബാഗൊക്കെ ആയിട്ട് ചേച്ചി ഇതങ്ങോട്ട്? അതൊക്കെ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. എന്താ ചേച്ചി, എന്തു പറ്റി? പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ്. ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോന്നു? ചേച്ചി ഇതെന്താ പറയുന്നേ? എങ്ങോട്ടാ ചേച്ചി പോകുന്നേ? അല്ല, എന്തിനാ ചേച്ചി ഇപ്പൊ പോകുന്നേ? പ്രതാപ, ഇനി നിന്റെ ഒപ്പം കഴിയാൻ ഞാനും എന്റെ മകനും യോഗ്യരല്ല. എന്റെ മകൻ ചെയ്ത തെറ്റിന്
നീ അവനെ ശിക്ഷിച്ചില്ല. പക്ഷേ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ചേച്ചി, ദീപകിന്റെ ചില ദുർനടപ്പുകളും അവൻ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും കാണുമ്പോ ഇവന്റെ ഭാവി എന്താവുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവൻ ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല. ചെയ്തു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ്സോ വരും വരായികളെ കുറിച്ചോ ഇവന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇവനെ നേർവഴിക്കാക്കേണ്ടത് പോലും ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയും. അതിന്റെ ലോജിക്ക് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിവനെ നന്നാക്കിയെടുക്കണം. അതുവരെ ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവും. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ. അനാവശ്യമായി നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. പിന്നെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം. ചേച്ചി ഇറങ്ങട്ടെ. വാ ദീപകേ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചിക്കൊപ്പം വളർന്നവനാണ് ഞാൻ. ഇതുവരെ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാ ചേച്ചിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ കഴിയുക? അങ്ങനെയല്ല പ്രതാപ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഈ ചെയ്യുന്നതാ ശരി. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. ഒന്നും എനിക്ക് കേൾക്കണ്ട. ചേച്ചിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ചേച്ചി ഇവിടെ ഉണ്ടാവണം, ഈ വീട്ടിൽ. അതാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ വീടൊരു കുടുംബമായി കാണാൻ എനിക്ക് കഴിയില്ല. ചേച്ചി പോകരുത്, ഇതിന്റെ അപേക്ഷയാണ്. പ്രതാപ, കേട്ടോടാ, എത്ര വലിയ സ്ഥാനത്താ നിന്റെ അമ്മാവൻ എന്നെ കാണുന്നെന്ന്. അമ്മാവന്റെ കാല് വീണ് മാപ്പ് ചോദിക്കടാ. അമ്മാവൻ എന്നോട് പൊറുക്കണം. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എല്ലാം ക്ഷമിച്ച് അമ്മാവൻ എന്നോട് മാപ്പാക്കണം. നീ നിന്റെ റൂമിലേക്ക് പോ. പിന്നെ നീ കാരണം നിന്റെ അമ്മ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇനി മേലിലുണ്ടാവരുത്. ചേച്ചി, കണ്ടില്ലേ ശേഖര, ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം. ഇങ്ങനെ സ്നേഹിക്കാൻ ഒരു ചേച്ചി ഉള്ളതാണ് എന്റെ ഭാഗ്യം. അതെ, ഞാനും അത് തന്നെ ആലോചിച്ചേ. ദീപക്, അവൻ നേരെയാകും അല്ലേ ശേഖര? അതെ. അമ്മായി ഇറങ്ങിപ്പോന്ന് പറഞ്ഞപ്പോ ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ എല്ലാം വീണ്ടും പഴയതുപോലെയായി. വർമ്മ സാറ് പാവം മാഡം. സാറിന് അവരുടെ തനിനിറം മനസ്സിലാവുന്നത് വരെ അവരിങ്ങനെ അഭിനയിച്ച് സാറിനെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ മാഡം. സമയമാകുമ്പോ എല്ലാം ശരിയാവും. നമുക്കിറങ്ങാം. ഇങ്ങനെ ഇത് എവിടെ പോയി കിടക്കുന്നു ആവോ? കണക്കിലെല്ലാം മിസ്റ്റേക്ക്. ഇന്നിങ്ങ് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അമ്മേ, എന്താ ഒറ്റക്കിരുന്ന് പുലമ്പുന്ന? ആരുടെ കാര്യോ?
നിന്റെ അച്ഛന്റെ കാര്യം ഓ. അല്ലാതെ ആരെയാ? നീ എന്താടാ ചങ്ങമ്പുഴയിലെ രമണ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നേ? ശോകം കൂടിക്കൂടി നീ താടി നീട്ടി വളർത്തോ മോനെ? എന്തായാലും അമ്മയ്ക്ക് എന്താ? മോനെ ഹരീഷേ, നിന്റെ അസുഖത്തിന്റെ ശരിക്കുള്ള പേരെന്തെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ അമ്മ നിനക്ക് പറഞ്ഞുതരാം. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കേറാൻ. അതിനുള്ള ചികിത്സയെ അമ്മയ്ക്കറിയാം. നീ ആ മരം കയറി പെണ്ണിനെ ഓർത്തിരിക്കാതെ നീ കണക്കെഴുതാൻ എന്നൊന്ന് സഹായിക്കുമോനെ? എനിക്കിപ്പോ സൗകര്യമില്ല. കണക്കൊക്കെ അമ്മ തന്നെ അങ്ങ് എഴുതിയാ മതി. എന്റെ ഒരു ആഗ്രഹം അറിഞ്ഞിട്ട് അത് സാധിച്ചു തരാതെ എന്നെ എതിർക്കുന്ന ആളല്ലേ അമ്മ. അമ്മ തന്നെ കണക്ക് എഴുതിയാ മതി. ദാ ഞാനൊന്ന് പറയട്ടെ. എടാ, നീ ഒരു കോടീശ്വരന്റെ മകളെയാണ് പ്രേമിച്ചിട്ട് വന്നിരുന്നെങ്കിൽ അമ്മ എതിര് നിൽക്കുമായിരുന്നോ? പ്രാരാബ്ദത്തിന്റെ മുകളിൽ പ്രാരാബ്ദമുള്ള സ്വന്തമായിട്ട് 1 സെന്റ് പറമ്പോ വീടോ സ്വത്തോ ഇല്ലാത്ത വീട്ടിലെ പെണ്ണിനെ കെട്ടാന്ന് വിചാരിച്ച് നീ മനസ്സിൽ ഒരു കൊട്ടാരവും കെട്ടണ്ട. അമ്മേ, എങ്ങനെയുണ്ടമ്മേ എന്റെ പുതിയ ലുക്ക്? എന്തു കോലാടി ഇത്? ഇവൾക്ക് പിന്നെ എന്തോ ആകാമല്ലോ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ശരിക്കുള്ള അഭിപ്രായം അറിയായിരുന്നു. അമ്മേ, എന്റെ ഈ ഗെറ്റപ്പ് ചേഞ്ച് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? രാജുവിനെ ഇംപ്രസ് ചെയ്യാൻ. എന്നെ ഈ വേഷത്തിൽ കാണുമ്പോഴേ രാജു എന്റെ വലയിലാവുമെന്ന് എനിക്ക് ഉറപ്പാ. ഹരീഷേ, നീ ഇങ്ങനെ എന്റെ ചേട്ടനാന്നും പറഞ്ഞിരുന്നാ പോരാ. രാജുവിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാന്നതിനെ കുറിച്ച് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് പുതിയ ഐഡിയാസ് ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നൂടെ നിനക്ക്? രമ്യേ, വെറുതെ ഇരിക്കുന്ന ചെക്കനെ ഓരോ തോന്നിവാസങ്ങൾ പഠിപ്പിക്കുന്ന നീയാണല്ലേ? നിന്നെ കണ്ട ഇവൻ പഠിക്കുന്നത്. മിണ്ടാതെ പൊക്കോ നീ. അതെങ്ങനാ? അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കി വച്ചിരിക്കയല്ലേ നിന്നെ? എങ്കിലേ ഞാൻ പോയി എന്റെ രാജുവിനെ കണ്ടിട്ട് വരാമേ. ബൈ. എവിടെയും തട്ടി വീഴല്ലേ? ഇല്ലമ്മേ. അമ്മേ, ഇരുന്ന് കണക്ക് എഴുതിക്കോ, ഞാൻ പോവാ. ദാ, ഒന്ന് സഹായിച്ചിട്ട് പോടാ. ഒറ്റക്കിരുന്ന് എഴുതിയാ മതി. ഹോ, രണ്ടും കണക്കാ. രാധമ്മേ, രാധമ്മേ, എടീ. ശ്രീ, അച്ഛൻ വന്നേ. എന്താ, എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അല്ല, ഇതാരാ? കാശ് വല്ലതും ഇരിപ്പുണ്ടോ എന്റെ കയ്യില്? എത്രയാ? 1000 മതി. എന്തോടി 1000? ഞാനൊന്ന് നോക്കട്ടെ. സുശീല, നീ കാര്യമൊന്നും ചാടി കയറി പറയാൻ നിൽക്കണ്ട. സാവധാനം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. മനസ്സിലായോ? ഓ, അച്ഛൻ വന്നോ? അപ്പൂപ്പന്റെ സമ്മാനം. സുശീലിന് എന്താ അച്ഛന്റെ അവിടെ? എന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് ഇരിക്കൂ. ഇരിക്കാനുള്ള സമയമൊന്നുമില്ല. പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. രാധമ്മേ, നിനക്ക് മനസ്സിലായോ? ജയന്റെ കൂട്ടുകാരൻ സുശീലനാ. ജയന്റെ കൂട്ടുകാരനോ? അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ജയനൊന്നും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല. ഞാനാ പറഞ്ഞത് ആരെയും വിളിച്ചൊന്നും പറയണ്ടെന്ന്. എന്താ പറ്റിയത്? ഡോക്ടറിന്റെ സവാരിക്കാണല്ലോ വേണുചാട്ടൻ ഇവിടുന്ന് പോയത്. അവിടെ വെച്ച് വേണുചാട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. അല്ല, പേടിക്കാനൊന്നുമില്ല. ചായ വാങ്ങാനായി റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു ഓട്ടോ വന്നിടിച്ചതാ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല. രാജുവിനെ വിളിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കേണ്ടത് ഞാനാ പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? ഡോക്ടർ എന്ന സവാരിക്കൂലി മുഴുവൻ അവൻ കൊണ്ടുപോയി. ഇവന്റെ കൂടെ എന്നെ ബസ് കയറ്റി വിട്ടു.
ജയന് പെട്ടെന്നൊരു അത്യാവശ്യം വന്നപ്പോ റോൾ ചെയ്യാൻ വാങ്ങിച്ചാ പെട്ടെന്ന് തിരിച്ചു വരും. അല്ല എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ മനുഷ്യ? സത്യം പറയ്. ഞാൻ രാജുവിനെ വിളിക്കട്ടെ? നമുക്ക് ഏതെങ്കിലും നല്ല ആശുപത്രി പോവാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി, കാലിന് ചെറിയൊരു വേദനയുണ്ട്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ പ്രിയ. ശരിയാ. ശരി സുശീല. ഞാൻ തനിയെ വന്നോളാന്ന് ജയനോട് പറഞ്ഞതാ. എവിടെ കേക്കാൻ? ഈ കുരിശിനെ എന്റെ തലയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വിട്ടു. ഇപ്പൊ 1000 പോയില്ലേ, അതുകൂടി കൂട്ടി 1800 നഷ്ടം. എന്റെ പോക്കറ്റും കാലിയായി. എന്തൊരു ഐശ്വര്യ ഋതിക മാഡത്തിന്. അമ്മ പത്മാവതി അമ്മയെ പോലെ തന്നെ. പിന്നെ ആക്സിഡന്റ് ആയ കാര്യം അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ എന്നെ വഴക്കൂറി. വാ രാധേനോട് ഫോണിൽ പറയുന്നുണ്ടായിരുന്നു മോള് വന്ന വിശേഷം. അച്ഛനെപ്പോഴാ വന്നേ? ഇപ്പൊ വന്ന് കേറിയതുള്ളൂടാ. ആ, കുറെ കാലം കഴിഞ്ഞ് ദൂരയാത്ര നടത്തിയത് സന്തോഷമായി കാണുമല്ലോ. ദേ, ഇനി എന്നോട് പറയാതെ ഉള്ള യാത്രകളൊന്നും വേണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെ ഇനി അച്ഛനെ എങ്ങും വിടണ്ടെന്ന്. ഇനി ഈ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിന്നോട് ചോദിക്കാതെ ഞാൻ ഇനി ഒരു സവാരിക്കും പോവില്ല. അല്ലേടി രാധമ്മേ? ആ മോളെ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ശരി അമ്മേ. അപ്പൊ നിങ്ങള് അമ്മയും മോളും പോലെ ആയോ? ഋതിക മോള എന്നോട് പറഞ്ഞത് എന്നെ മാഡം എന്ന് വിളിക്കണ്ട, മോളേന്ന് വിളിച്ചാ മതിന്ന്. ആ പിന്നെ ഇതിലും വലിയ എന്തു ഭാഗ്യം നിനക്ക് വരാനുള്ളത്. ആ മോനെ രാജു, ട്യൂഷൻ നടക്കട്ടെ. ശരി. ഞങ്ങളകത്തേക്ക് പോയിക്കൊള്ളാം. ആ പോ ചെല്ല്. വാ മോളെ. ആ ഋതിക മാഡം നന്നായി പഠിക്കണം. പഠിച്ച് ഈ എക്സാം പാസ്സാവണം. മാഡത്തിന്റെ അച്ഛന് വലിയ സന്തോഷാവും. മാഡം ഇരിക്കും. മാഡം രാജുവിന്റെ വീട്ടുകാരെ കാണുമ്പോ ശരിക്കും എനിക്ക് അസൂയാവുന്നു. എന്ത് നല്ല സ്നേഹത്തിലാ നിങ്ങൾ കഴിയുന്നേ. മാഡം, ഈ വീട്ടിൽ ആകെ കുറവുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാ, സാമ്പത്തികം. സ്നേഹത്തിന് ഇവിടെ യാതൊരു കുറവുമില്ല, ആവശ്യത്തിലേറെയുണ്ട്. ആ, നമുക്കേ ഇന്നൊരു ചാപ്റ്റർ മുഴുവൻ തീർക്കണം. ശരി സർ, ഞാൻ റെഡി. വന്നോ വെള്ളപ്പാറ്റ? രാജുവിനെ മാത്രം കാണാന്ന് വിചാരിച്ചു വന്നതാ ഞാൻ. എവിടെ നോക്കിയാലും തടസ്സമായിട്ട് ഇവളുണ്ടല്ലോ. എങ്ങനെയെങ്കിലും രാജുവിനെ ഇന്ന് ഇംപ്രസ് ചെയ്യണം. ഈ ലുക്കിൽ രാജുവിനെ കണ്ട രാജു വീഴും, എനിക്ക് ഉറപ്പാ. And v is the velocity of the object. It's you. ഇതെന്താ ഫാഷൻ ഷോയോ? രാജു, ഇപ്പോഴേ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എത്രയായി ഡ്രസ്സിന്? 4000. 4000. ഒരു 500 രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങാറുന്നല്ലോ. ഇതിപ്പോ വാടകയ്ക്ക് എടുത്ത പോലെ ഉണ്ട്. അതെ, ഇത് പുതിയ ഡ്രസ്സാ. വാടകയ്ക്ക് ഡ്രസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഈ രമ്യക്കില്ല. നീ പറ രാജു, എങ്ങനെയുണ്ട്? ഒട്ടും മാച്ചിങ് അല്ല. ഫാൻസി ഡ്രസ്സിന് വേഷം കെട്ടിയതുപോലെ ഉണ്ട്. അതിന് നിന്നോട് ആരാ ചോദിച്ചത്? രാജു, എങ്ങനെയുണ്ട്? കൊള്ളാം, ഡ്രസ് കൊള്ളാം. ആ, അതന്നെ ഞാനും പറഞ്ഞത്. ഡ്രസ് മാത്രം കൊള്ളാം. ഈ ഹീൽസ് ഒക്കെ ഇങ്ങനെ പരിചയമില്ലാത്തവരിട്ടല്ലേ കാല് തന്നെ താഴെ വീഴും. ഓ, ഇവളോ ഞാനിന്ന്. അല്ല, ആ ഐഡിയ കൊള്ളാലോ. ഒന്ന് സ്ലിപ്പായി രാജുവിന്റെ ദേഹത്തേക്ക് വീണാലോ. അയ്യോ രാജു, എന്തേത്? അയ്യോ സോറി രാജു. ഒരു മിനിറ്റ്.
ഹലോ വർമ്മ സർ. ആ രാജു, ഇപ്പൊ എന്നെ മുംബൈയിൽ നിന്ന് വിളിച്ചിരുന്നു. അവര് കാർഡ് അയച്ചിട്ടുണ്ട്. നീ അതൊന്ന് പോയി കളക്ട് ആ ചെയ്യണം. ശരി സർ. ആ പിന്നെ ഋതിക മാഡത്തിന്റെ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷന്റെ മാറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് സാറിന് അയച്ചുതരാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സാർ പറഞ്ഞാൽ മതി. ഓക്കെ ആക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ പ്രിന്റിങ്ങിന് കൊടുക്കാം. ശരി. ഓക്കെ സർ. രാജു, ഋതിക മേഡത്തിന്റെ മിണ്ടല്ലേ. ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന കാര്യം ഋതിക മാഡത്തിന് അറിയില്ല. അറിഞ്ഞാ മാഡത്തിനത് വിഷമാവും. പിന്നെ സപ്ലിമെന്ററി എക്സാമിന് മാഡത്തിന് കോൺസെൻട്രേഷൻ കിട്ടില്ല. അയ്യോ ആണോ? ഇല്ലില്ല, ഞാനൊന്നും വേണ്ടില്ല. പാവം, കല്യാണം കഴിഞ്ഞ് പോവാൻ തുടങ്ങുന്ന കുട്ടിയാന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. എന്ത് ചിന്തിച്ചു കൂട്ടി? അതൊന്നുമില്ല. രാജു പോയി ട്യൂഷൻ എടുക്ക്. ചെല്ല. എഴുതിയായിരുന്നോ? ബാക്കി പറഞ്ഞാ മതി. അത് കഴിഞ്ഞ്